ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 മാർച്ച് മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാർച്ച് മാസത്തിൻ്റെ ആ ഫലം പറയുന്നതിന് മുമ്പ് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും മാർച്ച് മാസത്തിലെ ആ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കന്നിക്കൂറെന്ന് പറയുമ്പോൾ ബുധൻ്റെ രാശിയാണ്. അതായത് ജന്മലഗ്ന രാശ്യാധിപൻ ബുധനാണ്. ആ ബുധൻ 6 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. മാർച്ച് 20 വരെ 6 നിൽക്കുന്ന ബുധൻ വക്രത്തിലും 21 മുതൽ ആ ബുധൻ നേർസഞ്ചാരത്തിലും വരുന്നു. സൂര്യനാണെങ്കിൽ മാർച്ച് 15-ന് 6 നിന്നും 7 മാറുന്നു. ചൊവ്വ 6 സ്ഥിതി തുടരുന്നു. ഗുരു 10 സ്ഥിതി തുടരുന്നു. മാർച്ച് 10 വരെ ആ ഗുരു 10 വക്രത്തിലും 11 മുതൽ ആ ഗുരു കർമ്മസ്ഥാനത്ത് നേർസഞ്ചാരത്തിലും വരുന്നു. ശുക്രൻ മാർച്ച് 2-ന് 7-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായി ആകുന്നു. 25-ന് ആ ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. ശനി 7 സ്ഥിതി തുടരുന്നു. രാഹു 6-ലും കേതു 12-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ മാർച്ച് മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ രവി ശുക്രന്മാരുടെ രാശിമാറ്റം, പ്രത്യേകിച്ച് 7-ലേക്കുള്ള രാശിമാറ്റവും, അതുപോലെ ബുധനും ഗുരു ഈ 2 ഗ്രഹങ്ങളും അവരുടെ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതുമാണ് മാർച്ച് മാസത്തിലെ പ്രത്യേകത. നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ 6-ലാണ്. 6 എന്ന് പറഞ്ഞ രോഗസ്ഥാനമാണ്. ആ ബുധൻ 20 വരെ വക്രത്തിലും അതിനുശേഷം നേർസഞ്ചാരത്തിലും വരുന്നു. ബുധന് രാഹുവുമായിട്ടൊക്കെ 6-ലെ യോഗം. അപ്പം വക്രത്തിലാണ് ജന്മരാശ്യാധിപൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ ശാരീരികമായിട്ടുള്ളൊരു ക്ഷീണം, ഒരു ആലസ്യം, അതുപോലെ ചിലർക്ക് അലർജി അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ നിൽക്കുന്ന സമയമാണ്. ആദ്യ പകുതി 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 6-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ 12-ാം ഭാവാധിപനായിട്ട് 6-ൽ വരുന്നതും 8-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ വരുന്നതും വിപരീത രാജയോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ വ്യായാമം, യോഗ ഇവ ഒക്കെ ശീലിക്കുക വഴി തീർച്ചയായിട്ടും അവർക്ക് അതിൽ ആശ്വാസം കണ്ടെത്താനാകും. അവസാനത്തെ പകുതിയൊക്കെ, അതായത് മാർച്ച് 15-ന് സൂര്യൻ 7-ലേക്ക്, അതുപോലെ ശുക്രൻ 8-ലേക്ക് മാറുന്നു. അതൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനും സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും 21 മുതൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നത് ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ സഹായകമാകും. അപ്പോൾ 12-ാം ഭാവരാശിയിൽ ചന്ദ്രഗ്രഹണമൊക്കെ നടക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാരം, അതായത് മാർച്ച് 3-നാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ആദ്യത്തെ വാരമൊക്കെ നമ്മൾ ഈ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അല്പം കെയർ വേണം. ചിലർക്ക് ചിലപ്പോൾ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനും ആദ്യത്തെ വാരം വഴിതെളിക്കാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 6-ലാണ്. അതുപോലെ 10-ൽ ഗുരു ഉണ്ട്. ഗുരു മാർച്ച് 10 വരെ വക്രത്തിലും 11 മുതൽ ആ 10-ാം സ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് ഒരു നേർസഞ്ചാരത്തിലും വരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 6-ലുള്ള സമയമാണ്. ആദ്യ പകുതി തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ബുധൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ ബുധനും രാഹുവും സൂര്യനും കുജനും ഒക്കെ 6-ൽ സ്ഥിതിയുള്ള സമയമായതുകൊണ്ട് പ്രൊഫഷണൽ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. വർക്ക് പ്രഷർ, വർക്ക് ലോഡ് കൂടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിടത്ത് ക്ഷമ, അച്ചടക്കം വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. അവസാനത്തെ പകുതി തൊഴിലിലൊക്കെ ഫോക്കസ് കൂടും. ബുധനും ഗുരുവും ഒക്കെ തന്നെ കർമ്മസ്ഥാനത്തേക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനും നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പം വർക്കിലൊക്കെ ബിസിയാകും. പ്രൊഫഷണൽ തലത്തിൽ ഉത്തരവാദിത്വം കൂടും. ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യം, നീതിന്യായം, അതുപോലെ മറ്റ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ചില ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിലിൽ പൊതുവെ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ചിലർക്ക് ചിലപ്പോൾ ഡെപ്യൂട്ടേഷനിലൊക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു എന്ന് വരാം. രാഹു ബുധനുമൊക്കെ ബന്ധം 6-ൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കും, ഇപ്പോൾ തൊഴിലിടത്തൊരു ഫയലിൽ തീരുമാനം എടുക്കുന്നതായാലും അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും കഴിവതും നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കണം. സഡൻ ഡിസിഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതാണ് നമുക്ക് ഗുണപരമായിട്ട് ഭവിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതിയൊക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ആ 10 നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. 10 ഭാവാധിപനും നേർസഞ്ചാരമൊക്കെ വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ നമുക്ക് മികവ് പ്രകടിപ്പിക്കാനൊക്കെ കഴിയും അവസാനത്തെ പകുതി. ബുധൻ 12-ൽ ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ൽ നിൽക്കുകയാണ്. 11 മുതൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ 6-ലാണ്. മാർച്ച് 20 വരെ വക്രത്തിലാണ്. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ 7-ൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്ന സമയമാണ്. ഇപ്പം നമുക്ക് മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. നമുക്ക് നിയമപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ നമുക്ക് ആ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ബിസിനസ്സിലൊക്കെ അവസാനത്തെ പകുതി പൊതുവേ നമുക്ക് ഫോക്കസ് കൂടാവുന്ന സമയമാണ്. അത് ബിസിനസ് പ്രോഗ്രസ്സിനൊക്കെ വഴിതെളിക്കും. അപ്പോൾ ആദ്യ പകുതി അല്പം മെല്ലെപ്പോക്കാണ് കാണുന്നത്. അത് കഴിയുമ്പോൾ ആ ബിസിനസ് മാന്ദ്യമൊക്കെ മാറി ബിസിനസ്സിൽ പ്രോഗ്രസ് ഉണ്ടാകും. ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ കാര്യക്ഷമമാകാൻ സാധ്യതയുണ്ട്. വിദേശ വിപണനത്തിലും അവസാനത്തെ പകുതിയാണ് നേട്ടങ്ങൾ കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ൽ നിൽക്കുന്ന സമയമാണ്. 9-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് മാർച്ച് 11 മുതൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ മാർച്ച് 21-ന് നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പഠനത്തിൽ നമുക്ക് മാസത്തിൻ്റെ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ആ പഠനത്തിൽ ആലസ്യമൊക്കെ മാറും. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടും. കോമ്പറ്റിറ്റീവ് തലത്തിൽ ഒക്കെ നമുക്ക് കഴിവ് തെളിയിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ കോഴ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. കാരണം 9-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാവത്തിൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അതൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് ആ ആഗ്രഹം സഫലമാകുന്ന സമയമായിരിക്കും. അതേസമയം ഈ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത്തരം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ധനസ്ഥിതി നോക്കുമ്പോഴേ 2-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7-ൽ ഉച്ചസ്ഥിതനാണ് 24 വരെ. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു വക്രസ്ഥിതി മാറി
നേർസഞ്ചാരത്തിൽ വരുന്നു. ആ 2ലേക്ക് ധനഭാവത്തിലേക്ക് രാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയം കൂടെയാണ്. അപ്പോൾ അത് ധനാഗമം കൂടുന്നതിന് സഹായമാകും, സമ്പാദ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം 12ലെ കേതു 12ല് കുജനും ബുധനും രാഹു ഒക്കെ ആദ്യ പകുതി സൂര്യനും ഒക്കെ 12ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ അവർക്ക് പ്രത്യേകിച്ച് ആദ്യ പകുതി കൂടാൻ സാധ്യതയുണ്ട്. ആ ചെലവുകൾ അവർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവവാസങ്ങൾ, ചെലവുണ്ടാകാവുന്ന സംഭവവാസങ്ങൾ ചിലപ്പോൾ അവർക്ക് വന്നുവിടാൻ സാധ്യതയുണ്ട്. 25-ന് ശുക്രൻ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. അതും നമുക്ക് സീക്രട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻഡിച്ചറിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ചിലപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനോ, ഇപ്പോൾ അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ, അതുപോലെ ഭാവിയിൽ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതികൾ, ഇപ്പോൾ ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പണം പണം മുടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് പൊതുവെ ധനച്ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് 7ലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി, അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറുന്നതൊക്കെ പൊതുവെ വിവാഹം ആലോചനയ്ക്ക് അനുകൂല സമയമാകും. വിവാഹം നിശ്ചയിച്ചതിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചനകളും ഉണ്ടായെന്ന് വരാം. പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട്. കാരണം 5ാം ഭാവാധിപൻ ആയിട്ടുള്ള ശനി 7ൽ നിൽക്കുകയാണ്. ശുക്രനുമായിട്ട് ആ ശനിക്ക് ബന്ധമുണ്ട്. ആ ശനി ശുക്ര യോഗമൊക്കെ ചിലപ്പോൾ പ്രണയ വിവാഹത്തിലേക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ശുക്രൻ, ശനി, രവി ഈ 3 ഗ്രഹങ്ങളുടെയൊക്കെ യോഗം വരുന്നത് കൊണ്ട് കമിതാക്കൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ശുക്രൻ, രവിയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്, രവി, ശനിയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 7ൽ അത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് 5ാം ഭാവാധിപനുള്ള ശനിയുമായിട്ടുള്ള ആ ബന്ധം സ്വാഭാവികമായിട്ടും കമിതാക്കൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ പൊതുവേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ പോകുന്നത് കൊണ്ട് അത് നമുക്ക് ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കഴിവതുമൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിക്ക്, പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമായിട്ടുണ്ട്. ജീവിത പങ്കാളി, ഇപ്പോൾ തൊഴിലില്ലാത്തൊരു ജീവിത പങ്കാളിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൊഴിലുള്ള ജീവിത പങ്കാളിയാണെങ്കിൽ ആ തൊഴിലിൽ അവർക്ക് ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ, ഷോപ്പിംഗ് ഇവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അവസാനത്തെ പകുതി സൂര്യൻ 7ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ രവി, ശനി, ശുക്രൻ ഈ 3 ഗ്രഹങ്ങളൊക്കെ 7ൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ യാത്രകളിലുമൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ അവിടെ വരുന്നത് കൊണ്ട് അതിപ്പോൾ ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2ലും 4ലും ഒക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. പ്രത്യേകിച്ച് ഗുരു 11 മുതൽ നേർസഞ്ചാരത്തിലാണ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഗുരുവിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് 2ലും 4ലും ഒക്കെ വരുന്നത്. അപ്പോൾ അത് പൊതുവെ നമുക്ക് ആദ്യവാരം കഴിയുമ്പോൾ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും. അതുപോലെ 2ാം ഭാവാധിപനുള്ള ശുക്രൻ ഉച്ചസ്ഥിതിനായിട്ട് വരികയും കൂടെ ചെയ്യുന്ന സമയമാണ് മാർച്ച് 2 മുതൽ. അപ്പോൾ കുടുംബജീവിതമൊക്കെ പൊതുവെ സന്തോഷകരമാക്കാൻ അത് സഹായകമാകും. അതുപോലെ നമ്മൾക്ക് വീടായാലോ വാഹനമായാലോ, അതുപോലെ നമുക്ക് ഈ കുടുംബത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ഉണ്ടാകും. പൊതുവെ നമുക്ക് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. മാർച്ച് 2, 3, 17, 18,
21, 22, 30, 31 ഈ തീയതികൾ പ്രത്യേകിച്ച് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ നടത്താൻ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം ഞാൻ മാർച്ച് മാസത്തിലെ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ് പറഞ്ഞത്. ഇത് നമുക്കൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. അതേസമയം ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, മാറ്റങ്ങളുണ്ടാകാം. അത് നമുക്ക് പ്രത്യേകിച്ച് ഈ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ പൊതുവെ നമുക്ക് ഈ പൊതുഫലത്തെക്കാളും ഗുണാനുഭവം കൂടും. മറിച്ചാണെങ്കിൽ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞത് ഈ കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ഫലമാണ്. ഈ കന്നിക്കൂറിൽ പെടുന്ന എല്ലാവർക്കും കന്നിലഗ്നം വരണമെന്നില്ല. ചിലർക്ക് കന്നിലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റ് രാശികൾ ലഗ്നമായിട്ട് വരാം. അപ്പോൾ കന്നി ലഗ്നമല്ലാതെ ഉള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്ത് വന്നിട്ടുണ്ടോ, ആ ലഗ്നത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ആണോ ഗ്രഹങ്ങളുടെ സ്ഥിതി വന്നിട്ടുള്ളത്, ഇവയൊക്കെ നമുക്ക് പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു മാസത്തെ ഫലം നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണമെങ്കിൽ ആ കൂറിൻ്റെ ഫലം മാത്രം നോക്കിയാൽ പോരാ. പകരം അവർക്ക് ആ കൂറിൽപ്പെടുന്ന ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി അവർക്ക് എവിടെയാണ് ലഗ്നം വന്നിട്ടുള്ളത്, ആ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാലേ ഈ നമുക്ക് അതാത് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കാണണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കണം. മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തിനേക്കാളും കൂടുതൽ കൃത്യത വരുന്നത് ലഗ്നഫലത്തിലാണ്. കാരണം ഒരു നക്ഷത്രത്തിൽ 10 പേര് ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ 10 പേർക്കും 10 അനുഭവങ്ങളാണ് വരുന്നത്. അതിന് കാരണം അവരുടെ ലഗ്നരാശികൾ വ്യത്യസ്തമാകാം. അതിനനുസരിച്ച് അവരുടെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയിലും ഭാവാധിപത്യത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ സമയം മാറുന്നതിനനുസരിച്ച് ദശകളിലെ ഏറ്റക്കുറച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.